തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും സ്മരണയിൽ ആദ്യമായി എത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ആ ക്ഷേത്രം അവിടെ ആനന്ദൻ എന്നുള്ള പേരിലാണ് പത്മനാഭസ്വാമി ആനന്ദൻ്റെ ആലയം. ആനന്ദപുരം ആണ് തിരുവനന്തപുരം. അത് പിന്നെ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് കാലം ചെന്നപ്പോൾ അത് പത്മനാഭൻ്റെ പേരാണ് വന്നത്. മഹാവിഷ്ണുവിന് 24 മാനിഫെസ്റ്റേഷൻസ് ഉണ്ട് ദശാവതാരങ്ങൾക്ക് പുറമെ. ഈ ദശാവതാരങ്ങൾക്ക് പുറമേയുള്ള 24 ചതുർവിംശതി എന്ന് പറയും. ആ മാനിഫെസ്റ്റേഷൻസിൽ ഒന്നാണ് പത്മനാഭൻ്റേത്. ആ പത്മനാഭൻ ഇങ്ങനെ ശയന രൂപത്തിൽ കിടക്കുകയാണ്. അതായത് അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഉള്ള ആദി വിഷ്ണുവാണ് ശയന രൂപത്തിൽ അവിടെ കിടക്കുന്നത്. ആ പത്മനാഭൻ്റെ ശയനം തന്നെ പല പല സങ്കല്പങ്ങളിലുണ്ട്. ഭോഗശയനമൂർത്തി ഉണ്ട്, അതുപോലെ യോഗശയനമൂർത്തിയുണ്ട്, അതുപോലെ ഉത്ഥാന ശയനമൂർത്തിയുണ്ട്. ഉത്ഥാന ശയനമൂർത്തി എന്ന് പറഞ്ഞാൽ പകുതി ഇങ്ങനെ എഴുന്നേറ്റ് ഇനി നിൽക്കും, പകുതി കിടക്കും, അല്ലെങ്കിൽ ഒരു അർത്ഥശയനം, അതാണ് ഉത്ഥാന ശയനം. ഭോഗശയനം എന്ന് പറയുന്നത് ആഹ്ലാദചിത്തനായിട്ടിരിക്കുന്ന പത്മനാഭനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീരംഗത്തെ പ്രതിഷ്ഠ തമിഴ്നാട്ടിൽ, അത് ആനന്ദത്തോടു കൂടിയിരിക്കുന്ന മഹാവിഷ്ണുവാണ്. ഇവിടെ അങ്ങനെയല്ല, ധ്യാനനിരതനായിട്ടിരിക്കുന്ന യോഗ ശയനമൂർത്തിയായിട്ടാണ് പത്മനാഭ സ്വാമിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു ഇലിപ്പ മരത്തിലായിരുന്നു ആദ്യകാലത്ത് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് അവിടെ 17-ാം നൂറ്റാണ്ടിൽ, അതായത് 1686 ഉണ്ടായ ഒരു അഗ്നിബാധയെ തുടർന്നാണ് നാം ആ ക്ഷേത്രം കുറച്ചു കാലം അടഞ്ഞു കിടന്നു. അങ്ങനെ അടഞ്ഞു കിടന്നതിന് ശേഷം അവിടെ ഒരു കടുശർക്കര എന്ന് പറയുന്ന ഒരു കൂട്ട്, അതിന് ശർക്കരയുമായിട്ടൊന്നും ബന്ധമില്ല, അത് ശംഖും മറ്റും കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കുമ്മായ കൂട്ടാണ്. ആ കുമ്മായ കൂട്ടിലാണ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അഗ്നിഭയം വേണ്ട, ഒരു തീപിടുത്തം ഉണ്ടായാലും വിഗ്രഹത്തിന് ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെ ഒരു കുമ്മായ കൂട്ടിൽ നിർമ്മിച്ച ഒരു പത്മനാഭ ശയനമൂർത്തിയെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കാൽക്കൽ ഭൂദേവി ഇരിക്കുകയാണ്, തലയ്ക്കൽ ശ്രീദേവി ഇരിക്കുന്നു, പിന്നിലായിട്ട് ആയുധപുരുഷന്മാരൊക്കെ ഉണ്ട്. ശംഖ്, ചക്രം, ഗദ, പത്മം, ഇതൊക്കെയാണ് ആയുധങ്ങൾ അഥവാ മുദ്രകൾ. അതിനെ പേഴ്സോണിഫൈ ചെയ്യുന്ന മൂർത്തികൾ പിന്നിൽ, അതിൻ്റെ മുന്നിൽ പൂജിക്കുന്ന ചില ഋഷീശ്വരന്മാർ. ഇതാണ് 3 കമ്പാർട്ട്മെൻറ്റ്സോട് കൂടിയ ഒരു ശ്രീകോവിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതിനോട് ചേർന്ന് ഒരു ഒറ്റക്കൽ മണ്ഡപം എന്നാണ് പേരെങ്കിലും അത് 3 ഒറ്റക്കല്ലുകൾ ചേർന്ന ഒരു മണ്ഡപമാണ്. ആ ഒറ്റക്കൽ മണ്ഡപം, അത് കഴിഞ്ഞ് ഒരു ചെറുചുറ്റ്, ആ ചെറുചുറ്റ് കഴിഞ്ഞിട്ട് ഒരു അഭിശ്രവണ മണ്ഡപം, അത് കഴിഞ്ഞിട്ട് ആ അഭിശ്രവണ മണ്ഡപത്തിൻ്റെ വെളിയിലായിട്ട് വീണ്ടും ഒരു പ്രദക്ഷിണ വഴി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നാലമ്പലം, ആ നാലമ്പലത്തിനെ ചുറ്റിയിട്ടൊരു വിളക്കുമാടം. ഇങ്ങനെ ആണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ വാസ്തുശില്പം സംവിധാനം ചെയ്തിരിക്കുന്നത്. നാം ഇന്ന് കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് രൂപം കൊണ്ടതാണ്. അതിനു മുമ്പ് ഉള്ള പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് 1686 ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബാലാലയം ഉണ്ടാക്കി താൽക്കാലികമായിട്ട്. ആ ബാലാലയത്തിൽ ഒരു താൽക്കാലികമായ ഒരു പ്രതിഷ്ഠയുണ്ടാക്കി. ആ പ്രതിഷ്ഠയാണ് പൂജിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു വിരുദ്ധമായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ വിപുലമായ പുനർനിർമ്മാണം 1729 ഒക്കെ ആരംഭിച്ചു. 1730 വളരെ അതിന് പുരോഗതിയുണ്ടായി. പിന്നീടൊരു 3-4 വർഷം കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തി ആകുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹത്തെപ്പറ്റി ചിലത് കൂടി പറയാനുണ്ട്. നേപ്പാളിലെ കാളി ഗണ്ഡകി എന്ന് പറയുന്ന നദിയിൽ കാണുന്ന ഒരു ഫോസിലുണ്ട്.
സാളഗ്രാമം എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ആമോണൈറ്റ് ഫോസിൽ. ഈ ആമോണൈറ്റ് ഫോസിൽ 16,008 അല്ലെങ്കിൽ ചില കണക്കുകൾ അനുസരിച്ച് 12,000 അത്രയും സാളഗ്രാമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ വിഗ്രഹം അവിടുത്തെ തൈക്കാട്ട് നമ്പൂതിരി ഇതിനെ അദ്ദേഹത്തിൻ്റെ മകനും ഒരു ശിഷ്യനും കൂടി സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേർ ചേർന്നിട്ടാണ് ഈ വിഗ്രഹം അവിടെ ഉണ്ടാക്കിയത്. ആണ്ടിൽ 2 തവണ ഉത്സവം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട്. പല ക്ഷേത്രങ്ങളിലും ആണ്ടിൽ 1 തവണ മാത്രമാണ് ഉത്സവം. ഇവിടെ ആകട്ടെ 2 തവണ ഉത്സവമുണ്ട്. അത് അൽപ്പശി എന്നും പൈങ്കുനി എന്നുമുള്ള തമിഴ് പേരുകളിലാണ് ആ ഉത്സവങ്ങൾ അറിയുന്നത്. ഈ കാലത്ത് അതിൻ്റെ ഉത്സവത്തിൻ്റെ സമാപനത്തിന് തൊട്ട് മുമ്പ് ഈ വിഗ്രഹങ്ങളെ സമുദ്ര വിഗ്രഹങ്ങളെ ആറാട്ട് ഘോഷയാത്രയായിട്ട് കൊണ്ടുപോയിട്ട് സമുദ്ര സ്നാനം ചെയ്യിക്കും. അപ്പോൾ അതിന് ഈ മൂലവിഗ്രഹമല്ല കൊണ്ടുപോകുന്നത്, കുറച്ചുകൂടി വലിയ അഭിഷേക വിഗ്രഹങ്ങളുണ്ട്, അതുമല്ല കൊണ്ടുപോകുന്നത്, ചെറിയ ഉത്സവ വിഗ്രഹങ്ങളാണ് ഈ ആറാട്ട് ഘോഷയാത്രയിൽ ഒരു പല്ലക്ക് പോലെ അല്ലെങ്കിൽ ഒരു രഥം പോലെ ഒരു താൽക്കാലിക സംവിധാനത്തിൽ ഇരുത്തി ചുമന്ന് കൊണ്ടുപോവുകയാണ്. ആറാട്ടിനായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രധാനമായിട്ട് പത്മനാഭൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം, അതുകൂടാതെ ഇരുവശങ്ങളിലായിട്ട് ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും വിഗ്രഹങ്ങൾ, അതുകൂടാതെ ഉപദേവന്മാരായ നരസിംഹമൂർത്തിയുടെയും അതുപോലെ ഗോശാലകൃഷ്ണൻ്റെയും ചെറിയ വിഗ്രഹങ്ങൾ. ഇത്രയും വിഗ്രഹങ്ങളാണ് പ്രധാനമായിട്ട് ഈ ശംഖുമുഖത്തേക്ക് കൊണ്ടുപോകുന്നതും സമുദ്ര സ്നാനം നടത്തുന്നതും.